ഇൻഡിഗോ വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇ.പി. ജയരാജൻ മർദ്ദിച്ചെന്ന പരാതിയിൽ മൊഴി രേഖപ്പെടുത്താൻ പോലീസ്. പരാതിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദിന് പോലീസ് നോട്ടീസ് നൽകി. ജൂലൈ 3 മൊഴി നൽകാൻ ഹാജരാകാനാണ് നിർദ്ദേശം. കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരുന്നു. ഹരിമോഹൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഹരിമോഹൻ, തുടരന്വേഷണത്തിന് കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ അന്വേഷണത്തിന് വേഗം കൂടിയോ? ആര്യ, തീർച്ചയായിട്ടും തുടരന്വേഷണം എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിലാണ് വന്നതുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ കേസ് എഴുതി തള്ളാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഇതിൽ വന്നിട്ടുള്ള പരാതിയിന്മേൽ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് പോലീസ് സ്വീകരിച്ചതാണ് ഒരു ഘട്ടത്തിൽ. പക്ഷേ കോടതി അത് അനുവദിച്ചില്ല. അതിൽ തുടരന്വേഷണം വേണമെന്നുള്ള നിലപാടിൽ കോടതി നിൽക്കുകയായിരുന്നു. ആ പോലീസ് റിപ്പോർട്ട് തള്ളിക്കൊണ്ടാണ് തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയും ചെയ്തത്. ആ ഉത്തരവിന് പിന്നാലെയാണ് ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. അതായത് ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് മുഖ്യമന്ത്രി ആയിരിക്കെ പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ച ഫർസീൻ മജീദ് അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവർക്കെതിരെ അവരെ മർദ്ദിച്ചു, ഇ.പി. ജയരാജൻ മർദ്ദിച്ചു എന്ന് പരാതി ഉണ്ടായിരുന്നു. ഇ.പി. ജയരാജൻ മാത്രമല്ല, അന്ന് മുഖ്യമന്ത്രിയുടെ ഗൺമാനായിരുന്ന അനിൽകുമാർ, ഈ രണ്ടുപേരും ചേർന്ന് മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു പരാതി. ആ പരാതിയിന്മേലാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കുന്നത്. അതിനുവേണ്ടി പരാതിക്കാരനായിട്ടുള്ള ഫർസീൻ മജീദിനോട് 3-ാം തീയതി ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വലിയതുറ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ പോലീസ് ഇത് ആദ്യഘട്ട മൊഴിയെടുപ്പാണ്. അതിപ്പോൾ ഫർസീൻ മജീദിന്റെ മൊഴിയെടുക്കും, അന്ന് പ്രതിഷേധത്തിനൊപ്പം ഉണ്ടായിരുന്ന നവീന്റെ മൊഴിയെടുക്കും. ഈ കേസിൽ 4 പ്രതികൾ, ശബരിനാഥൻ അടക്കം 4 പ്രതികളായിരുന്നു ഈ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസിൽ പ്രതികളായത്. അവർ 4 പേരുടെയും മൊഴി ഈ കേസിലും എടുക്കും. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇ.പി. ജയരാജന്റെ മൊഴി കൂടി രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. ഇ.പി. ജയരാജനും അനിൽകുമാറും ഈ മൊഴിയെടുപ്പിന് ഹാജരാകേണ്ടി വരും. ആദ്യഘട്ടത്തിൽ വലിയ കാര്യമായ നടപടിക്രമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഈ കേസെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഒരു റിപ്പോർട്ടൊക്കെ സമർപ്പിക്കുകയും ചെയ്തത്. പക്ഷേ കോടതി ഇത്തരത്തിൽ നിലപാടെടുത്തതോടുകൂടിയാണ് ഇതിന്റെ മൊഴിയെടുപ്പിലേക്ക്, നടപടിക്രമങ്ങളിലേക്ക് പോലീസിന് കടക്കേണ്ടി വരുന്നത്. അവിടെയാണ് ഇനിയിപ്പോൾ ഇ.പി. ജയരാജന്റെ അടക്കമുള്ള മൊഴികൾ രേഖപ്പെടുത്തേണ്ട നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടി വരുന്നതാണ് പ്രധാന കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ളതാണ് പോലീസ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. ഒരു വിമാനത്തിൽ വെച്ച് നടന്ന സംഭവമാണ്. വിമാനത്തിൽ വെച്ചുകൊണ്ട് നടന്ന അത്തരത്തിൽ ഒരു പ്രതിഷേധം, അത് പിന്നീട് ഒരു വധശ്രമമായി. പക്ഷേ അന്ന് നടന്നിട്ടുള്ള പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. അവരെ തടയുക മാത്രമാണോ ഇ.പി. ജയരാജൻ ചെയ്തത്, അല്ലെങ്കിൽ അവരെ മർദ്ദിച്ചിരുന്നോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കണം. വീണ്ടും ഇതിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പോലീസിന് മുൻപിലുള്ള ഒരു പ്രധാന മാർഗം എന്ന് പറയുന്നത്. പക്ഷേ കോടതി ഇത്തരത്തിൽ നിലപാടെടുത്തതോടുകൂടി ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് ഈ ഘട്ടത്തിലും ഏറ്റവും കൂടുതലായി കാണുന്നത്. ആര്യ. ഓക്കെ, ഹരിമോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.